മലയാളികളുടെ ലാലേട്ടന് ഫാൽക്കെ പുരസ്കാരം. അംഗീകാരത്തിന്റെ നെറുകയിലെത്തിയ മഹാനടന് എക്സ്പ്രസ് വാർത്തയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാൽ ഏറ്റുവാങ്ങി. ദില്ലിയിലെ ദില്ലി വിഖ്യാൻ സഭയിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മോഹൻലാലിന് പുരസ്കാരം സമ്മാനിച്ചു. മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയും അവാർഡ് ദാന വേദിയിൽ എത്തിയിരുന്നു. 2023 പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. ചടങ്ങിൽ MIB സെക്രട്ടറി സഞ്ജയ് ജാജു മോഹൻലാലിനെ സ്വാഗതം ചെയ്തത് ലാലേട്ടൻ എന്ന് വിളിച്ചാണ്. നിറഞ്ഞ കരഘോഷത്തോടെയാണ് മോഹൻലാലിനെ വേദിയിലേക്ക് ആനയിച്ചത്. താങ്കൾ ഒരു ഉഗ്ര നടനാണെന്ന കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രശംസ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതോടുകൂടി ഓരോ രംഗങ്ങളും കോർത്തിണക്കിയ ലാലിന്റെ സിനിമാ ജീവിതം സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. 5 പുരസ്കാരങ്ങളാണ് മലയാള സിനിമ സ്വന്തമാക്കിയത്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവന് ലഭിച്ചു. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരവും നേടാനായി. കേരളം നേരിട്ട പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പിറവിയെടുത്ത ചിത്രമായ 2018 വർക്കിൽ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം മോഹൻദാസിന് ലഭിച്ചു. മികച്ച എഡിറ്റിംഗ് മിഥുൻ മുരളിയും മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്ത ഉള്ളൊഴുക്കിന്റെ സംവിധായകനായ ക്രിസ്റ്റോ ടോമിയും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഏറ്റവും മൃദുലമായതും കഠിനവുമായ അഭിനയ മുഹൂർത്തങ്ങളെയെല്ലാം മോഹൻലാൽ അനായാസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് എന്നാണ് രാഷ്ട്രപതി വിശേഷിപ്പിച്ചത്. ഓരോ വിശേഷണങ്ങളും അഭിനന്ദന പ്രവാഹങ്ങളും വരുമ്പോൾ ഒരുപക്ഷെ ലാലേട്ടനേക്കാൾ സന്തോഷിക്കുന്നത്, അഭിമാനിക്കുന്നത് ഓരോ മലയാളിയുമാണ്. കാരണം ലാലേട്ടൻ ഓരോ മലയാളിയുടെയും സ്വന്തമാണ്. അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ സ്വഭാവവും ചിന്തകളും പ്രേക്ഷകൻ ഏറ്റെടുക്കും. പിന്നീട് ആ ഭാവങ്ങളും പ്രവൃത്തികളും ലാലേട്ടന് അന്യമാകും, മലയാളിയുടെ സ്വന്തമാകും. ശബ്ദവും വേഷവും ഉൾക്കൊണ്ട് അനുകരിക്കുമ്പോൾ നമ്മൾ ലാലിസത്തിലാകും. ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിന്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര, വാനപ്രസ്ഥം തുടങ്ങുക. 47 വർഷത്തെ അഭിനയ ജീവിതത്തിൽ മലയാളത്തിന് പുറമെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ. ഏത് കഥാപാത്രമായാലും വെള്ളിത്തിരയിൽ ലാലേട്ടനെ കാണുമ്പോൾ ഇത്ര നിസാരമായി ഇതെങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നൊരു തോന്നലാണ് നമുക്കുള്ളിൽ ഉണ്ടാവുക. ഇടത് തോളൊന്ന് ചെരിച്ച് മുണ്ടൊന്ന് മടക്കി കുത്തി ചങ്കൂറ്റമുള്ള കഥാപാത്രമായി വരുമ്പോൾ നമുക്കും തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ഊർജം ലഭിക്കുന്ന ശക്തി കൈവരുന്ന കഥാപാത്രമായി നിറഞ്ഞു നിൽക്കാനും തന്റെ ഗ്രാഫ് ഒരിക്കൽ പോലും താഴ്ന്നു പോകാതെ സംരക്ഷിക്കാനുമുള്ള കഴിവ് ലാലേട്ടനുണ്ട്. മലയാള സിനിമാ മേഖലയിൽ ആധിപത്യത്തോടെ മുൻനിരയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് പെരുമാറ്റത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമാണെന്ന് തന്നെ പറയാം. കുട്ടി പോലും ലാലേട്ട എന്ന് വിളിച്ചാൽ ലാലേട്ടൻ കൊച്ചുകുട്ടിയായി മാറും. പരമോന്നത ബഹുമതി ലഭിച്ചപ്പോൾ പോലും മലയാളിയുടെ സ്വന്തമായ അഭിമാന താരത്തിന് പ്രേക്ഷകരെ മറന്നൊരു പെരുമാറ്റമില്ല. എല്ലാം അമ്മയിലും പ്രേക്ഷകരിലും സമർപ്പിക്കുമ്പോൾ നമുക്കുറപ്പിക്കാം നമ്മുടെ സ്വന്തമാണ് ലാലേട്ടൻ. ലാലേട്ട എന്ന് വിളിച്ചാൽ എന്ത് വാടേ എന്നൊരു നോട്ടത്തിൽ നമ്മുടെ മനസ്സ് നിറയും. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.